അടിപൊളി ടേസ്റ്റ് നമുക്കൊരു ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 700 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം അധികമുണ്ട്. തീ കൂട്ടിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഒരു മിക്സഡ് ജാറിലോട്ട് 3 വറ്റൽമുളക്, 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളമൊക്കെ ബീഫിൽ വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചതച്ച കൂട്ടിട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ വെച്ച് കോൺഫ്ലോറും അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറയുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഇതിലുള്ളത് ബാക്കിയുള്ളത് വലിച്ചങ്ങെടുക്കും. ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് പകുതി വരെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില ആവശ്യത്തിനിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് എത്രയും ഫ്രൈ ആയി വരണോ അതേ രീതി ഫ്രൈ ചെയ്തെടുക്കാം.